ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടിൻഡൂസ് ലൈഫ്. ഇന്ന് നമ്മൾ ടിൻഡൂസ് ലൈഫിൽ ഒരു പയറ് തോരൻ, അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമുക്ക് പയർ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം നന്നായിട്ട്. അതിനുശേഷം പയർ നല്ലതുപോലെ അരിഞ്ഞ് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പയർ തോരനാണ്. സോ നമ്മൾ ഇതില് ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പം ഇതിനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയും പച്ചമുളകും വേണം അരപ്പിനായിട്ട്. കൂടാതെ നമ്മൾ ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. അത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആയി കഴിയുമ്പം നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു പിടി തേങ്ങയൊക്കെ മതിയാവും. അപ്പൊ അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ നമ്മുടെ ഗ്രൈൻഡറിൽ അടിച്ചെടുക്കാവുന്നതാണ്. അധികം അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. ഞാൻ പറഞ്ഞു ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പയറുതോരനാണ്. സോ അതിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പയറ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അടിയിൽ പിടിക്കുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫ്രൈങ് പാൻ ആണ് യൂസ് ചെയ്യുന്നത്, നോൺ സ്റ്റിക്ക് ആണ്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്ക് നമ്മുടെ പയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും കാരണവശാൽ അടി പിടിക്കാന്ന് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളത് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒതുക്കിയതിന് ശേഷം ഒരു ലിഡ് വെച്ചിട്ട് അത് മൂടി വെക്കുക. കുറച്ചു നേരം അത് ആവിയിലിരുന്ന് വേവട്ടെ. ഇടയ്ക്ക് നമ്മൾ അതൊന്ന് തുറന്നു നോക്കി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ നമ്മൾ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പയറുതോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.